വെൽക്കം ബാക്ക് ടു PSC എഡ്യു വാലി. ഇന്ന് നമ്മളുടെ ക്ലർക്ക് ടൈപ്പിസ്റ്റിന്റെ ഒക്കെ എക്സാം ആയിരുന്നു. അപ്പോൾ നമ്മൾ ക്വിക്കായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. കമ്പ്യൂട്ടറിന്റെ ആൻസേഴ്സ് മാത്രമാണ് ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ആൻഡ് എയിലെ സംബന്ധിച്ചിടത്തോളം 11ാമത്തെ ചോദ്യം മുതലാണ് കമ്പ്യൂട്ടറിന്റെ ഭാഗത്തെ ചോദ്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 11ാമത്തെ ചോദ്യം, ദ ഇൻപുട്ട് ഡിവൈസ് യൂസ്ഡ് ഇൻ ബാങ്കിങ് ഇൻഡസ്ട്രി ടു റീഡ് ദ ചെക്ക് എന്നായിരുന്നു. ഓക്കെ, ബാങ്കിങ് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നത് MICR ആണ്. ദെൻ 12ാമത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് വേർഡ് ഇൻ എ ഡോക്യുമെന്റ് അപ്പിയർ ഇൻ. ഡോക്യുമെന്റിനകത്ത് നമ്പർ ഓഫ് വേർഡ്സ്, എത്ര വേർഡ് എഴുതിയിട്ടുണ്ട് എന്ന് കാണിക്കുന്നത് എവിടെയാണ്? സ്റ്റേറ്റസ് ബാറിനകത്താണ്. അതുപോലെ 13ാമത്തെ ചോദ്യം, ഇന്റർനെറ്റ് എന്താണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണല്ലേ, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്. ആൻസർ ഓൾറെഡി മാർക്ക് ചെയ്തതുകൊണ്ടാണ് പറയാത്തത് കേട്ടോ. അപ്പൊ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? ഇന്റർനെറ്റ് ആണ്. അപ്പോൾ വാൻ ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ A7 to A9 എന്താണ്? A7 എന്നുള്ള സെല്ല് മുതൽ A9 എന്നുള്ള സെല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ആൻസർ D ആണ് വരിക. ആൻഡ് അടുത്തത്, നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്താണ്? പ്രിന്റ് ഹെഡും പേപ്പറും തമ്മിലൊരു മെക്കാനിക്കൽ കോണ്ടാക്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുക. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ലേസർ പ്രിന്റർ ആണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ ആയിട്ടുള്ളത്. ഇനി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഡിറ്റക്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് ഏതാണ്? F7 പ്രസ് ചെയ്യലാണ്. ദെൻ ഷോർട്ട് കട്ട് കീ ടു ഇൻസേർട്ട് എ ന്യൂ സ്ലൈഡ് ഇൻ കറണ്ട് പ്രസന്റേഷനകത്ത് ഒരു പുതിയ സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് Ctrl+M ആണ്. ഇനി ബിങ് എന്ന് പറയുന്നത് എന്താണ്? ബിങ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിൻ ആണ്. ഓക്കെ, ദെൻ അടുത്തത്, ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത് ഏത്? താഴെ തന്നിട്ടുള്ളതിൽ ബോൾഡ്, റെഗുലർ, ബോൾഡ്, ഇറ്റാലിക്, സബ്സ്ക്രിപ്റ്റ്. ഇതിനകത്ത് ഏതാണ്? സബ്സ്ക്രിപ്റ്റ് ആണ് ഫോണ്ട് സ്റ്റൈൽ അല്ലാത്തത്. സബ്സ്ക്രിപ്റ്റ് എന്താണ്? അതൊരു ഫോണ്ട് എഫക്റ്റ് ആണ്, നമ്മൾ പഠിച്ചതാണ്. ഇനി USB എന്തായിരുന്നു? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് ഫുൾ ഫോം. ഓക്കെ, യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് ഫുൾ ഫോം വരിക, അറിയുന്നതാണ്. ഇനി താഴെ തന്നിരിക്കുന്നതിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? സഫാരി, നെറ്റ് സർഫ്, ഓപ്പേറ. ഏതാണ്? XML ആണ്. XML എന്താണ്? ഒരു വെബ് പേജ് ലാംഗ്വേജ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, HTML പോലെയുള്ള ഒരു ലാംഗ്വേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിനകത്ത്. ദെൻ ഇൻ എക്സൽ ഓൾ ഫോർമുല ബിഗിൻ വിത്ത്. ഫോർമുലാസ് സ്റ്റാർട്ട് ചെയ്യണത് ഈക്വൽ ടു സൈനിലാണ്. വയർലെസ് മൗസ് കമ്മ്യൂണിക്കേറ്റ് ത്രൂ. വയർലെസ് മൗസ് എന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. വയർലെസ് കമ്മ്യൂണിക്കേഷനകത്ത് ഉപയോഗിക്കുന്നത് റേഡിയോ തരംഗങ്ങളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ റേഡിയോ വേവ് ആണ് വരിക. ദെൻ ഫോണ്ട് സൈസ് മെഷർ. നമ്മളും ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? പോയിന്റിനകത്താണ് മെഷർ ചെയ്യുന്നത്. ദെൻ എക്സൽ ഫംഗ്ഷൻ യൂസ്ഡ് ടു റിട്ടേൺ ദ റിമൈൻഡർ ആഫ്റ്റർ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ എ ഡിവൈസർ. ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് അതിന്റെ റിമൈൻഡർ കളക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ മോഡാണ്. ദെൻ Ctrl=to എന്ന് പറയുന്നത് എന്തിന്റെ ഷോർട്ട് കട്ട് ആണ്? സബ്സ്ക്രിപ്റ്റിന്റെ ആണ്. നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്തത്, ഹബ്ബ്, സ്വിച്ച്, ബ്രിഡ്ജ് എന്നൊക്കെ കേൾക്കുന്നത് ഏതാണ്? നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ അല്ലാത്തത് ഏതാണ്? ഈ പറയുന്നതൊന്നും നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് വരുന്നത് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നെറ്റ്വർക്കിംഗ് ഡിവൈസ് അല്ലാത്തത് എന്ന് പറയാനില്ല. അതുകൊണ്ട് ഏതാണ്? നൺ ഓഫ് ദീസ് ആണ് വരിക. ഓക്കെ, കൺഫ്യൂസ് ആണെങ്കിൽ പേടിക്കണ്ട. നോട്ട് എ നെറ്റ്വർക്കിംഗ് ഡിവൈസ്. താഴെ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? നെറ്റ്വർക്കിംഗ് ഡിവൈസ് ആണ്. അതുകൊണ്ടാണ് നൺ ഓഫ് ദീസ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ വോളറ്റൈൽ മെമ്മറി. കറണ്ട് പോയി കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന മെമ്മറി ആണെന്ന് അറിയാം. ഏതാണ്? RAM ആണ് ആൻസർ വരിക. ദെൻ കപ്പാസിറ്റി ഓഫ് എ സിംഗിൾ സൈഡഡ് എന്ന് പറഞ്ഞതുകൊണ്ട് 25 ആണ്. ഓക്കെ, സിംഗിൾ സൈഡഡ് ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 25 GB ആണ്. ദെൻ ലാൻഡ്സ്കേപ്പ്, പോർട്രേറ്റ് എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? പേജ് ഓറിയന്റേഷൻ ആണ്. ക്ലിയർ ആണ്. ദെൻ ടേബിൾ എന്ന് പറയുമ്പോൾ അത് റോ ഉണ്ട്, കോളം ഉണ്ട്, സെല്ലുണ്ട്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയുണ്ട്? ഓൾ ഓഫ് ദീസ്, റോ, കോളം, സെല്ലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദീസ് ആൻസർ ആയിട്ടുള്ളത്. ദെൻ ദ ഫയൽ ഫോർമാറ്റ് ദാറ്റ് ക്യാൻ ആഡ് ടു പവർ പോയിന്റ് ഷോ. പവർ പോയിന്റിനകത്തൊക്കെ ആഡ് ചെയ്യാൻ കഴിയുന്നത് .jpg ഇമേജ് ഫയൽ ആഡ് ചെയ്യാം, .gif ജിഫ് ഫയൽ ആഡ് ചെയ്യാം, വേവ് ഫയൽസ് ആഡ് ചെയ്യാം. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിലെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ വരിക. ദെൻ W3C എന്ന് പറയുന്നത് എന്താണ്? W3 എന്ന് പറഞ്ഞാൽ അറിയാം, വേൾഡ് വൈഡ് വെബ് എന്നാണ്. ദെൻ C എന്താണ്? ഓക്കെ, വേൾഡ് വൈഡ് വെബ് കൺസോർട്ടിയം എന്നാണ് ആൻസർ വരിക. ദെൻ നമ്പർ ഓഫ് പിക്സൽ ഡിസ്പ്ലേഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഈസ് കോൾഡ്. ഒരു സ്ക്രീനിനകത്ത് കാണിക്കുന്ന നമ്പർ ഓഫ് പിക്സൽസിന് എന്താ പറയുക? റെസൊല്യൂഷൻ എന്നാണ് പറയുക. ദെൻ അടുത്തത്, ലോങ് ടെക്സ്റ്റ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു മെനി ലൈൻ വിത്തിൻ എ സെൽ ത്രൂ. അതായത് ഫോർമാറ്റിൽ സെൽ എന്നുള്ളതിനകത്ത് എടുക്കുന്ന സമയത്ത് റാപ്പ് ടെക്സ്റ്റ്, അങ്ങനെയാണ് ഇതിന് വായിക്കേണ്ടത്. ഫോർമാറ്റ് സെൽസ് എന്നുള്ളതിനകത്ത് റാപ്പ് ടെക്സ്റ്റ്. അപ്പോൾ ആൻസർ ഏതാണ്? റാപ്പ് ടെക്സ്റ്റ് ആണ്. ഓക്കെ, Then in Excel by default numeric value appear in numeric values ഏത് സൈഡ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക റൈറ്റ് അലൈൻഡ് ആയിരിക്കും.
ദെൻ ഫംഗ്ഷൻ കീ യൂസ്ഡ് ടു വ്യൂ സ്ലൈഡ് ഷോ, നമുക്കറിയാം ഏതാണ്, F5 ആണ്. ദെൻ വിൻഡോസ് ബേസ്ഡ് കമാൻഡ് ടു വ്യൂ IP അഡ്രസ്, IP അഡ്രസ് വ്യൂ ചെയ്യുന്നതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് IP config എന്ന് പറയുന്ന കമാൻഡ് ആണ്. ഇൻ വേർഡ് മെയിലിംഗ് ലിസ്റ്റ് ഈസ് നോൺ ആസ്, മെയിലിംഗ് ലിസ്റ്റ് എന്താണ്, ഡാറ്റ സോഴ്സ് എന്നാണ് പറയുക. ഇനി ഡിഫോൾട്ട് നമ്പർ ഓഫ് ലൈൻ ടു ഡ്രോപ്പ്, നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ്, 3 ആൻസർ വരിക. സോ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഏതാണ്, അവെയർ ആണ്. ഈ ട്രോജൻ ഹോഴ്സ് എന്താണ്, ഇറ്റ് ഇസ് എ വൈറസ് ആണ് അല്ലേ, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വൈറസ് ആണ് ട്രോജൻ ഹോഴ്സ്. ആന്റിവൈറസ് ഏതാണ്, അവെയർ. ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്, ഒരു ഡോക്യുമെന്റിനകത്ത് ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഏതാണ് വെക്കുക, കട്ട് ആൻഡ് പേസ്റ്റ് ആണ് കൊടുക്കാൻ എളുപ്പം. കട്ട് ചെയ്യുന്ന സമയത്ത് സോഴ്സിൽ നിന്ന് പോയിട്ട് ഡെസ്റ്റിനേഷനിൽ വരും അല്ലേ, അപ്പം മൂവ് ചെയ്യാൻ എളുപ്പം കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. ഇനി Ctrl+P നമുക്കറിയാം പ്രിന്റ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ ഷോർട്ട് കട്ട് കീ ഫോർ ക്രിയേറ്റിംഗ് കോപ്പിറൈറ്റ്, Alt+Ctrl+C ആണ്, നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. കോപ്പിറൈറ്റ് ആണെന്നുണ്ടെങ്കിൽ Alt+Ctrl+C ആണ്, ട്രേഡ് മാർക്ക് ആണെന്നുണ്ടെങ്കിൽ Alt+Ctrl+T ആണ്, രജിസ്റ്റേർഡ് ആണെങ്കിൽ R ആണെന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഫോണ്ട് സൈസ് ഇൻ ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ, ഈ ചോദ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ 8ഉം 72ഉം ആണ്. കാര്യങ്ങളൊക്കെ അറിയാലോ. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിച്ചേക്കണേ. ഈ C++, ജാവ എന്ന് പറയുന്നത് എന്താണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വേർഡ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ലിനക്സ് എന്താണ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏതാണ് ആൻസർ വരിക, ലിനക്സ് ആണ്. അങ്ങനെ കണക്ട് ചെയ്തും എഴുതാട്ടോ. ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ അവൈലബിൾ ടു എവരി വൺ, എല്ലാവർക്കും അവൈലബിൾ ആവുന്ന പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിന് എന്തെന്നാ പറയുക, ഫ്രീ വെയർ എന്നാണ് പറയുക. ദെൻ ഹെഡർ ആൻഡ് ഫൂട്ടർ കമാൻഡ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം, എവിടെ നിന്നാണ്, ഇൻസേർട്ട് ടാബിൽ നിന്നാണ്. നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിനെ കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെ നിന്നാണ്, ഇൻസേർട്ട് ടാബിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുക. ഇൻസേർട്ട് ടാബിനകത്ത് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, ദെൻ അപ്ലൈ ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിംഗ് ടു ദ സെയിം ഡോക്യുമെന്റ്, അതായത് സെക്ഷൻ ബ്രേക്ക് 4 ഉണ്ടെന്ന് അറിയാം. നെക്സ്റ്റ് കണ്ടിന്യൂസ്, ഓഡ്, ഈവൻ, അതായത് ഒരു ഡോക്യുമെന്റിനകത്ത് തന്നെ ഡിഫറെൻറ്റ് പേജ് ഫോർമാറ്റിംഗ്സ് അപ്ലൈ ചെയ്യാൻ നമുക്ക് സെക്ഷൻ ബ്രേക്ക് ഉപയോഗിച്ച് പറ്റും. അതുകൊണ്ടാണ് അത് ആൻസർ ആയിട്ടുള്ളത്. ദെൻ താഴെ തന്നിരിക്കുന്നതിന് ഇൻപുട്ട് ഡിവൈസ് ഏതെന്നാണ്, സ്കാനർ. ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്നാണ് പറഞ്ഞത്, വളരെ സ്പീഡ് ഉണ്ടായിരുന്നു, ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ നമ്മളുടെ വീഡിയോസിനകത്ത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളിലെ 40 മാർക്ക് എല്ലാവരും നല്ല രീതിയിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ അതേപോലെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് എന്തായിരുന്നു, വളരെ എളുപ്പമുള്ള രീതിയിലുള്ള, നമ്മൾ പഠിച്ചത് ഈസി ലെവൽ ഉണ്ടായിരുന്നു, മോഡറേറ്റ് ലെവൽ ഉണ്ടായിരുന്നു, അഡ്വാൻസ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളുടെ 40 മാർക്കിന് വന്ന കമ്പ്യൂട്ടർ മൊത്തം എന്തായിരുന്നു, ഈസി ലെവലായിരുന്നു. അപ്പോൾ ഇനിയുള്ള സ്റ്റഡീസും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മോഡലാക്കി എടുത്തിട്ട് ഇനിയുള്ള പരീക്ഷകൾക്കും പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഫൈൻ, താങ്ക് യു.